പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. ഗ്രീൻസ് തിയറം അതുപോലെ തന്നെ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് എങ്ങനെ ഏരിയ ഇവാലുവേറ്റ് ചെയ്യാം. ഈ 2 ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് പഠിച്ചത്. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1, യൂസിങ് ഗ്രീൻസ് തിയറം. Using Green's theorem, evaluate integral over C tan inverse y dx minus y square into x divided by 1 plus y square dy, where C is the square, with the vertices 0 0, next 1 0, 0 1 and 1 1. Okay, that is solution. എങ്ങനെ സോൾവ് ചെയ്യാം? ഏതൊരു ക്വസ്റ്റ്യൻ യൂസിങ് ഗ്രീൻസ് തിയറം ചോദിച്ച് ഏതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ഡിവൈഡഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. ഈ റിസൾട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഗ്രീൻസ് തിയറം കംപ്ലീറ്റ് സ്റ്റേറ്റ് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ റിസൾട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ യൂസിങ് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ മെയിൻ ഇക്വേഷൻ നമ്മൾ എഴുതി വെക്കണം. അഥവാ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇത് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്താണ് എഫ്? എഫ് ഈക്വൽ ടു dx ന്റെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് എഫ്, that is tan inverse y, and g ഈക്വൽ ടു dy യുടെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് g, അല്ലേ? that is ഇവിടെ പ്ലസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ മൈനസ് എന്താണ്? ഈ ഫംഗ്ഷന്റെ കൂടെയുള്ളതാണ്. ഓക്കെ, അപ്പൊ മൈനസ് ആണെങ്കിൽ ആ മൈനസും കൂടി എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലും മൈനസും കൂടി ആ ഫംഗ്ഷന്റെ കൂടെ എഴുതണം. ഓക്കെ, that is minus y square x divided by 1 plus y square. ഇനി നമുക്ക് വേണ്ടത് g എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റ് ചെയ്യണം, അല്ലേ? that is dou g divided by dou x. ഇവിടെ നോക്കി, g എന്താണ്? g പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ആണ്. അതിന്റെ കൂടെ x ഗുണിച്ചതാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ 5x, ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? x ന്റെ ഡെറിവേറ്റീവ് 1, 5 അതുപോലെ തന്നെ എഴുതും, അല്ലെ? ഇതിന്റെ ഡെറിവേറ്റീവ് 5 ആ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? y നെ അല്ലെങ്കിൽ y ലുള്ള ഫംഗ്ഷനെ കാണണം. that is minus y square divided by 1 plus y square. അത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇൻറ്റു x ന്റെ ഡെറിവേറ്റീവ് 1, that is dou g divided by dou x എന്ത് വരും? മൈനസ് y square divided by 1 plus y square. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു f നെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോഴോ? f നെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ താഴെയും y യുടെ ഫംഗ്ഷൻ ഉണ്ട്, മുകളിലും y യുടെ ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് കോഷ്യൻ റൂൾ ഉപയോഗിക്കേണ്ടി വരും, അല്ലെ? എന്താണ് കോഷ്യൻ റൂൾ? ഡിനോമിനേറ്റർ ഇൻറ്റു, that is ഇതാണ്, അല്ലെ? സോറി f നെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? that is dou f divided by dou y. dou f divided by dou y ചെയ്യുമ്പോൾ എന്താണ്? tan inverse y യുടെ ഡെറിവേറ്റീവ് that equal to 1 divided by 1 plus y square, അല്ലെ? that is d by dx of tan inverse x. this equal to എന്താണ്? 1 divided by 1 plus x square. അപ്പോൾ ഇവിടെ
വൈയുടെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്ത് വൈ ആയിരുന്നു. ദാറ്റ് ഈസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ദാറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ റീജിയൻ, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയൻ അല്ലെ, ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ആണ്. അപ്പോൾ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയൻ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു സ്ക്വയർ ആണ്. സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ 4 വേർട്ടീസസ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0 0, നെക്സ്റ്റ് 1 0, നെക്സ്റ്റ് 0 1, നെക്സ്റ്റ് 1 1. ഇതാണ് സ്ക്വയർ. 1 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു സൈഡ്, 1 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ. അവിടെ എക്സിന്റെയും ഒരു സ്ക്വയർ ആണെങ്കിൽ, റെക്ടാംഗിൾ ആണെങ്കിൽ നമുക്ക് എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാ. എക്സ് എവിടെ മുതലാ? എക്സ് ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ് ഈക്വൽ ടു ഈ ഒരു ലൈനാ അല്ലെ. അപ്പൊ എക്സ് എവിടെ നിന്നാണ്? എക്സ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ് ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ് ഈക്വൽ ടു 1 എൻഡ് ചെയ്യുന്നു. അപ്പൊ എക്സിന്റെ ലിമിറ്റ് നിങ്ങൾ റീജിയൻ നോക്കിയാൽ മനസ്സിലാവും. എക്സ് എപ്പോഴും എക്സ് ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ് ഈക്വൽ ടു 1 എൻഡ് ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു 0 ഈ ലൈനിൽ നിന്നാണ് എക്സ് സ്റ്റാർട്ട് ചെയ്യണത്, ഈ ലൈനിലാണ് എൻഡ് ചെയ്യണത്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എന്താണ്? വേർ എക്സ് ഫ്രം 0 to 1. അപ്പൊ എക്സിന്റെ ലിമിറ്റ് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. വൈയുടെ ലിമിറ്റോ? ഇതേതാണ് ലൈന്? y ഈക്വൽ ടു 0. ഇതേതാ ലൈന്? y ഈക്വൽ ടു 1. അപ്പൊ y ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് y ഈക്വൽ ടു 1 എത്തുന്നു അല്ലെ. നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ പഠിച്ചിട്ടുണ്ട്, നമ്മൾ റീജിയൻ കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് y ഈക്വൽ ടു 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതേതാ ലൈന്? y ഈക്വൽ ടു 1. അപ്പൊ y വാരി ചെയ്യുന്നത് ഇവിടെ. എപ്പോഴും വൈയുടെ ലിമിറ്റ് താഴെ നിന്ന് മുകളിലോട്ടാണ് നോക്കാം. എക്സിന്റെ ലിമിറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏതാണോ എൻഡ് ചെയ്യണത്? എക്സ് ഈക്വൽ ടു 1 ഇല്ലേ. ഈ ലൈനിൽ എൻഡ് ചെയ്യുന്നു, ഈ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. വൈയോ? വൈ ഈ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ ലൈനിൽ എൻഡ് ചെയ്യുന്നു. കാരണം വൈ എപ്പോഴും നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് നോക്കുക. ഓക്കെ, അപ്പൊ വൈയുടെ ലിമിറ്റ് എന്താണ്? 0 to 1. വൈയുടെ ലിമിറ്റ് 0 to 1. എപ്പോഴും റെക്ടാംഗിൾ ആണെങ്കിൽ, നിങ്ങളുടെ റീജിയൻ ചതുരമാണെങ്കിൽ അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ എപ്പോഴും 2 ലിമിറ്റും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ കോൺസ്റ്റന്റ് ലിമിറ്റ് രണ്ടിനും എക്സിനും വൈക്കും കോൺസ്റ്റന്റ് ലിമിറ്റ് വരികയാണെങ്കിൽ അവിടെ റെക്ടാംഗിൾ ആയിരിക്കും നിങ്ങളെ റീജിയൻ. ഓക്കെ, ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് നമുക്ക് റിസൾട്ട് അറിയാം. റിസൾട്ട് ഇതാണ്: ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ദിസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. ഓക്കെ, നെക്സ്റ്റ് that is integral over c. എന്താണ് നമ്മുടെ f of xy? that is tan inverse y dx minus y square divided by 1 plus y square dy. this equal to, നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഗ്രീൻ സീറോ ഉപയോഗിക്കാം. that is this equal to double integral over r dou g divided by dou x minus dou f divided by dou y into dA. Okay, that is this equal to double integral എന്നാൽ dou g divided by dou x that is minus y square divided by 1 plus y square. this minus next എന്താണ്? ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എ പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഡി വൈ അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ്. ഇനി ഡി എക്സ് ഡി വൈ എഴുതിയിട്ടുണ്ടെങ്കിൽ എക്സിന്റെ ലിമിറ്റ് ഇതിന് കൊടുക്കണം അല്ലെ. ഇതിന്റെ അകത്തുള്ളതിന് ഈ ഇന്റഗ്രലിന് എക്സിന്റെ ലിമിറ്റും ഡി വൈ പുറത്താണെങ്കിൽ പുറത്തുള്ളതിന് വൈയുടെ ലിമിറ്റും കൊടുക്കണം. രണ്ടിന്റെ ലിമിറ്റ് 0 to 1 ആയതുകൊണ്ട് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് അധികം കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ഒരു -1 പുറത്തേക്ക് എടുക്കാം. ഒരു -1 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വന്നു? ദാറ്റ് ഈസ് -1 ഇൻറ്റു ഈ മൈനസ് ഇവിടെയും മൈനസ് ആണ്, അതുകൊണ്ട് ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ 0 to 1 y സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് അല്ലെ. ഇവിടുന്ന് ഈ മൈനസ് എടുത്തു, ഇവിടുന്ന് മൈനസ് എടുത്തു, അപ്പോൾ ഇവിടെ പ്ലസ് ആയി, ഇവിടെയും പ്ലസ് ആയി. 1 ഡിവൈഡ് ബൈ plus y square into dx dy. Okay, next that is this equal to -1 into integral 0 to 1 next ഇവിടെ common denominator അല്ലേ, common denominator, അതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യാം.
ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ y സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 1 പ്ലസ് y സ്ക്വയർ ഇൻറ്റു dx dy. നോക്കി ഇത് രണ്ടും സെയിം അല്ലെ. ഒന്ന് 1 പ്ലസ് വൈ സ്ക്വയർ, മറ്റേത് y സ്ക്വയർ പ്ലസ് 1. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലെ. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -1 ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 dx dy. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി ഇതിനെ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ അകത്തുള്ള ഈ ഇന്റഗ്രൽ ചെയ്യും അല്ലെ. പുറത്തുള്ളത് അതുപോലെ തന്നെ എഴുതും. -1 ഇന്റഗ്രൽ 0 to 1. നെക്സ്റ്റ് എന്താണ് ഇന്റഗ്രൽ dx? ദാറ്റ് ഈസ് x. x ന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 0 to 1 into dy. ദാറ്റ് ഈക്വൽ ടു എന്ത് വരും? എക്സിന്റെ ഇന്റഗ്രൽ x ന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 0 വരും അല്ലെ. ദാറ്റ് ഈസ് -1 into ഇന്റഗ്രൽ 0 to 1 1 മൈനസ് 0 ദാറ്റ് ഈസ് 1 into dy. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? -1 into ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y വരും. വീണ്ടും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to 1 കൊടുക്കുമ്പോൾ ദാറ്റ് ഈക്വൽ -1 into 1 ദാറ്റ് ഈക്വൽ ടു -1. ഇതാണ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും ബേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Second question. The work done by the force field. Find the work done by the force field. Force field. Capital F of xy. Capital F of xy equal to e raised to x minus y cube j plus j അല്ല I plus cos y plus x cube j on a particle that travels once around the unit circle, once around the unit circle, x square plus y square equal to 1 in the counterclockwise direction. Clockwise direction. ഇവിടെ തന്നിട്ടുണ്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ്. എഫ് വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എ ഇവിടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. സി ഏതാണ് നമ്മുടെ പാത്ത് അതും തന്നിട്ടുണ്ട്. ഒരു യൂണിറ്റ് സർക്കിളാണ് അല്ലെ. അതില് ഒറ്റ റൗണ്ട് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന വർക്ക് ഡൺ. ഈ ഒരു ഫോഴ്സ് ഫീൽഡില് ഒരു പാർട്ടിക്കിള് ഈ ഒരു സർക്കിള് ഒരു കംപ്ലീറ്റ് സർക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എത്ര വർക്ക് ഡൺ വന്നു എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ ഗ്രീൻ സ്റ്റിയർ ഉപയോഗിച്ചുകൊണ്ട്, കാരണം ഇവിടെ നോക്കിയ ക്ലോസ്ഡ് കർവാണ്. മാത്രല്ല കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതാണ്. അപ്പോൾ ഗ്രീൻ സ്റ്റിയർ ഉപയോഗിക്കേണ്ട എല്ലാ കണ്ടീഷനും ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore സൊല്യൂഷൻ ഫസ്റ്റ് നമുക്കറിയാം. സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ മൊഡ്യൂൾ വൈസ് ആയിരിക്കും ക്വസ്റ്റ്യൻ, സെപ്പറേറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരിക്കുക. ഫസ്റ്റ് മൊഡ്യൂള്, സെക്കൻഡ് മൊഡ്യൂള്, തേർഡ് മൊഡ്യൂള്, ആ രീതിയിലായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് മൊഡ്യൂളിലും വരും, സെക്കൻഡ് മൊഡ്യൂളും വരും. കാരണം ഫസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ട, ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ സെക്കൻഡ് മൊഡ്യൂളിൽ വർക്ക് ഡൺ നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. അതാണ് ഗ്രീൻസ് തിയറം. അപ്പോൾ മൊഡ്യൂൾ വൈസ് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് മൊഡ്യൂളിലാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ചായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ഈ സെക്കൻഡ് മൊഡ്യൂൾ ആണെങ്കിൽ അവിടെ ലൈൻ ഇന്റഗ്രൽ അല്ല, ഗ്രീൻസ് തിയറം ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് വി നോ that
integral over c f of xy dx plus g of xy dy that equal to double integral over r dou g divided by dou x minus dou f divided by dou y into dA. അല്ലേ? ഇനി g എന്താണ്? That is where g equal to cos y plus x cube. Cos y plus x cube. Next, f equal to f എന്താണ്? e raised to x minus y cube. ഇനി നമുക്ക് വേണ്ടത് ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കണം അല്ലെ. ഇത് കോൺസ്റ്റന്റ് ആയിപ്പോൾ കംപ്ലീറ്റ് സീറോ ആയിപ്പോൾ കാരണം കോസ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈയുടെ ടേം എല്ലാം കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഒരു കോൺസ്റ്റന്റ് പ്ലസ് എക്സ് ക്യൂബ് എന്ന. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് സീറോ വരും. എക്സ് ക്യൂബിന്റെ 3x². നെക്സ്റ്റ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ വൈ. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ e raised to x കോൺസ്റ്റന്റ് ആണ്. ബാക്കി ഇത് മാത്രമാണ് അല്ലെ. ദാറ്റ് ഈസ് മൈനസ് 3y². ഇനി റീജണോ? റീജൺ എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സർക്കിൾ ആണ്. ഈ സർക്കിൾ ഒക്കെ വരികയാണെങ്കിൽ സർക്കിള് എലിപ്സ് ഇതൊക്കെ വരികയാണെങ്കിൽ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് വർക്ക് ഡൺ? വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ അല്ലെ. ദിസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ വെച്ച് റീപ്ലേസ് ചെയ്യാം അല്ലെ, യൂസിങ് ഗ്രീൻസ് തിയറം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. ഡി എ പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഡി വൈ. ഓക്കെ, that this equal to double integral over r എന്നാൽ dou g divided by dou x that is 3x². next എന്നാൽ dou f divided by dou y that is minus ഈ മൈനസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വീണ്ടും ഒരു മൈനസ് ഉണ്ട് അല്ലെ. dou f divided by dou y എഴുതുമ്പോൾ വീണ്ടും ഒരു മൈനസ് ഉണ്ട്. that is minus 3y² into dx dy. dA പറഞ്ഞു കഴിഞ്ഞാൽ dx dy അല്ലെങ്കിൽ dy dx എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. പക്ഷെ ലിമിറ്റും അതുപോലെ കറസ്പോണ്ടിങ് മാറ്റി എഴുതിയാൽ മതി അല്ലെ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ 3 ഔട്ട്സൈഡ് എടുക്കാം x² പ്ലസ് y² ഇൻറ്റു dx dy. ഇവിടെ നമ്മൾ റീജൺ എന്തായിരുന്നു? സർക്കിൾ ആയിരുന്നു. സർക്കിൾ വരികയാണെങ്കിൽ എപ്പോഴും പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വളരെ ഒരുപാട് ലെങ്തി സ്റ്റെപ്പിൽ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച റിസൾട്ട് ആണ്. എങ്ങനെ പോളാറിലേക്ക് മാറ്റാം? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എന്തുണ്ട്? ഡി എക്സ് ഡി വൈ ഉണ്ടായിരിക്കും. അതിനെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ആർ ഇൻറ്റു ഡി ആർ ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി എന്താണ് തീറ്റയുടെയും ആറിന്റെയും ലിമിറ്റ്? ആറ് പറഞ്ഞു കഴിഞ്ഞാൽ 0യിൽ നിന്ന് ഇങ്ങോട്ടുള്ള റേഡിയസ് ആണ് അല്ലെ. റേഡിയസ് എത്രയായിരുന്നു? റേഡിയസ് ഇവിടുത്തെ ആർ ഈക്വൽ ടു 1 ആയിരുന്നു. അപ്പൊ ആറ് വാരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? ആറ് വാരി ചെയ്യുന്നത് 0 മുതൽ 1 വരെ. തീറ്റ വാരി ചെയ്യുന്നത്, തീറ്റ പറഞ്ഞ ആംഗിൾ ആണ് അല്ലെ. ദാറ്റ് ഈസ് തീറ്റ വാരി ചെയ്യുന്നത് 0 മുതൽ 2π വരെ. അപ്പൊ ആറിന്റെയും തീറ്റയുടെയും ലിമിറ്റ് കിട്ടി. വേർ r varying from 0 to 1 and theta varying from 0 to 2π. ഇനി എങ്ങനെയൊക്കെ അറിയാം? എങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? x ഈക്വൽ ടു ആർ കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, y ഈക്വൽ ടു ആർ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ഡി എക്സ് ഡി വൈ ദാറ്റ്സ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ആർ ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡി ആർ ഇൻറ്റു ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, മറന്നുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ദെർഫോർ കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ 3 ഇൻറ്റു 3 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം അല്ലെ. പിന്നെ x² പ്ലസ് y² പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? r² കോസ് സ്ക്വയർ തീറ്റ പ്ലസ് r² സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു നെക്സ്റ്റ് dx dy ദാറ്റ് ഈസ് r ഇൻറ്റു dr d തീറ്റ. ആറിന്റെ ലിമിറ്റ് 0 to 1, തീറ്റയുടെ ലിമിറ്റ് 0 to 2π. എപ്പോഴും ഈ ഓർഡറിൽ നോക്കിയിട്ട് എഴുതണം. ആറിന്റെ ലിമിറ്റ് അകത്തും തീറ്റയുടെ ലിമിറ്റ് പുറത്തുമാണ് എഴുതിയിട്ടുള്ളത്. That is 3 into integral 0 to 2π integral 0 to 1. നമുക്ക് എന്ത് ചെയ്യാം? r² ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അത് 1 അല്ലെ. ബാക്കി എന്തുണ്ട്? ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ അല്ലെ. ദാറ്റ് ഈക്വൽ ടു
that equal to 3 into integral 0 to 2 pi integral 0 to 1 r cube dr d theta. Okay, that is 3 into integral 0 to 2 pi. Next, r raised to 4 divided by 4 upper limit lower limit substitute ചെയ്യണം 0 to 1 into d theta. Next, that is this equal to ഈ divided by 4 നമുക്ക് പുറത്തേക്ക് എടുക്കാം, കാരണം ചുമ്മാ ഇവിടെ വെച്ച് തെറ്റിക്കണ്ട. അതുകൊണ്ട് എവിടെയെങ്കിലും കോമൺ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് പുറത്ത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അത് പുറത്തേക്ക് എടുക്കണം. ദാറ്റ് ഈസ് 3/4 എന്ന് വരും അല്ലേ. ബൈ 4 പുറത്തേക്ക് എടുക്കുമ്പോൾ 3 divided by 4 പുറത്ത് വരും. ബാക്കി എന്തുണ്ട്, ഇന്റഗ്രൽ 0 to 2 pi അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 minus 0 അല്ലേ, ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് ഇൻറ്റു ഡി തീറ്റ, that equal to 3/4 theta upper limit lower limit integral 0 to 2 pi theta മാത്രമേ d theta മാത്രമേ ഉള്ളൂ, that is integral ചെയ്യുമ്പോൾ theta വരും, that is 0 to 2 pi. വീണ്ടും upper limit substitute ചെയ്യുമ്പോൾ എന്തായി 3 divided by 4 into 2 pi minus 0, that equal to 3/4. next 2 pi, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ, ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്യാം, that's equal to 3 pi by 2. വളരെ സിമ്പിൾ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും. നെക്സ്റ്റ്, വെരിഫൈ ഗ്രീൻസ് തിയറം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെരിഫൈ ഗ്രീൻസ് തിയറം. Verify Green's theorem in the plane for integral over c 3x square minus 8y square dx plus 4y minus 6xy into dy, where c is the boundary of the region defined by y equal to 0, next x equal to 0, next x plus y equal to 1. okay, നമ്മുടെ ചോദിച്ചുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാ, ഗ്രീൻസ് തിയറം ശരിയാണ് എന്ന് തെളിയിക്കണം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവാലുവേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് സൊല്യൂഷൻ. ഫസ്റ്റ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ വെച്ച് ഇത് ഇവാലുവേറ്റ് ചെയ്യാം, എന്നിട്ട് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഇത് ഇവാലുവേറ്റ് ചെയ്യാം. രണ്ടിനും സെയിം ആൻസർ ആയിരിക്കണം അല്ലേ. ഇന്റഗ്രൽ ഓവർ സി 3x square minus 8y square into dx plus 4y minus 6xy into dy. ഓക്കെ, ഇത് നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഇവാലുവേറ്റ് ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് സി കൃത്യമായിട്ട് അറിയണം അല്ലേ. സി എന്താണ് പറയുന്നത്, where c is the boundary of the region defined by y equal to 0. നമുക്ക് xy പ്ലെയിൻ വരക്കാം. എന്താണ് y equal to 0? x ആക്സിസ് ആണ് y equal to 0. x ആക്സിന്റെ ഇക്വേഷൻ ആണ് y equal to 0, കാരണം x ആക്സിൽ ഏത് y കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാലും 0 ആണ്, അത് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് y equal to 0 എന്ന് എഴുതി. നെക്സ്റ്റ് എന്താണ് x equal to 0? ദാറ്റ് ഈസ് y ആക്സിസ്, കാരണം y ആക്സിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ x 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് x പ്ലസ് വൈ ഈക്വൽ ടു 1. ഈ ഒരു ലൈന് കിട്ടണമെങ്കിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുത്താൽ മതി അല്ലേ. ഒന്ന് നമുക്ക് എന്തെടുക്കാം, ഒന്ന് നമുക്ക് x 0 എടുക്കാം. x 0 എടുക്കുമ്പോൾ y എന്താ 1, ദാറ്റ് ഈസ് ഈ ഒരു വാല്യൂ x ഈക്വൽ ടു 0. ഈ ഒരു ദാറ്റ് ഈസ് ഞാൻ ഇവിടെ എഴുതാം 1, നെക്സ്റ്റ് മുകളിൽ 2, നെക്സ്റ്റ് ഇവിടെ 1 എക്സെട്ര. അപ്പോൾ 1 0 ഒരു പോയിന്റ് ആണ്, അഥവാ ഈ ഒരു പോയിന്റ്. നെക്സ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഞാൻ വീണ്ടും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. x പ്ലസ് വൈ ഈക്വൽ ടു 1 പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്.
സ്ട്രെയിറ്റ് ലൈൻ കിട്ടണമെങ്കിൽ ഏതെങ്കിലും 2 പോയിന്റ് കിട്ടിയാൽ മതി. അതുകൊണ്ട് നമ്മൾ 2 പോയിന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. എക്സിന് 0 കൊടുത്തു, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 1. അഥവാ ഈ ഒരു പോയിന്റ് ആ ലൈനിലെ ഒരു പോയിന്റ് ആണ്. കാരണം നമ്മൾ ആ ലൈനിൽ ഇതിൽ ഇട്ട് കൊടുത്തിട്ടാണ് ആ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഈ വൈക്ക് 0 കൊടുത്തു, വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇപ്പൊ ഈ ഒരു ലൈന്, ഈ 2 പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന ലൈൻ ആണ് എന്ത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്ക് ലൈൻ ഇന്റഗ്രൽ ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. വെരിഫൈ ഗ്രീൻസ് തിയറം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രീൻസ് തിയറം കണ്ടുപിടിക്കണം, പിന്നെ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കണമെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തന്നിട്ടുള്ള ഓറിയന്റേഷൻ. അതുപോലെ തന്നെ ഫസ്റ്റ് ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ? അതുകൊണ്ട് ഈ കംപ്ലീറ്റ് ക്ലോസ്ഡ് കർവിനെ ഞാൻ C1, C2, C3 എന്ന് എഴുതാൻ പോവാം. നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിക്കുമ്പോൾ കംപ്ലീറ്റ് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഫസ്റ്റ് അലോങ് C1 കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ഈ ഇന്റഗ്രൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ ഓവർ C1 സംതിങ് പ്ലസ്, അപ്പോൾ ഇതുവരെ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വീണ്ടും ഇന്റഗ്രൽ ഓവർ C2 സംതിങ് പ്ലസ് നെക്സ്റ്റ് ഇന്റഗ്രൽ ഓവർ C3 സംതിങ് അല്ലേ? ദാറ്റ് ഈസ് ഈ ഒരു ടേമാണ് ഞാൻ ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ ഓവർ 3 ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഓവർ C പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ആണ് അല്ലേ? ഈ ട്രയാങ്കിൾ ആണ് 3 ലൈൻ ആണ്. ഈ 3 ലൈനിന്റെയും C1, C2, C3 പാരാമെട്രിക് ഇക്വേഷൻ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഓരോന്നിന്റെയും കണ്ടുപിടിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? C1ന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താ എന്ന് എഴുതാം. എന്താണ് C1ന്റെ പാരാമെട്രിക് ഇക്വേഷൻ? ദാറ്റ് ഈസ് C ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് എഴുതാം അല്ലേ? ടോട്ടൽ ഇതാണ് ടോട്ടൽ കർവ്. അത് നമ്മൾ എന്ത് സ്പ്ലിറ്റ് ചെയ്തു? C1, C2, C3 എന്ന് എഴുതി. ഇനി ഫസ്റ്റ് എന്ത് ചെയ്യാം? C1ന്റെ പാരാമെട്രിക് ഇക്വേഷൻ എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് C1. എന്താണ് പാരാമെട്രിക് ഇക്വേഷൻ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ്? y എപ്പോഴും 0 ആണ്, x മാത്രം വാരി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ x ഈക്വൽ ടു t, വാരി ചെയ്യുന്നതിന് t എന്ന് വിളിച്ചു. y എന്താണ്? y 0 ആണ് അല്ലേ? y ഈക്വൽ ടു 0. ഇനി t എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നത്? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1, 0 എന്ന പോയിന്റ് വരെ പോണത് അല്ലേ? 0, 0 എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1, 0. അപ്പൊ x എവിടെ മുതൽ? x ആണ് t. x ഈക്വൽ ടു t ആണെങ്കിൽ t യുടെ ലിമിറ്റും x ന്റെ ലിമിറ്റും ഈക്വൽ ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് 0 to 1 ആണ് t യുടെ ലിമിറ്റ്. വേർ t ഗോയിങ് ഫ്രം 0 to 1. അപ്പൊ C1ന്റെ ലിമിറ്റ് കിട്ടി, C1ന്റെ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് C2 പറഞ്ഞു കഴിഞ്ഞാൽ ലൈനാ. ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ? ദാറ്റ് ഈസ് ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇവിടെ x1 y1 ഇത് x2 y2 ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ? x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ഡിവൈഡ് ബൈ y2 മൈനസ് y1 ഈക്വൽ ടു t. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. നെക്സ്റ്റ് എന്താണ്? x1 x2 ഏതാണ് ഓറിയന്റേഷനിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്? അതാണ് x1 y1. സോറി, x1 y1 പറഞ്ഞു കഴിഞ്ഞാൽ ഓറിയന്റേഷനിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. x2 y2 പറഞ്ഞാൽ ഓറിയന്റേഷനിലെ എൻഡിംഗ് പോയിന്റ്. അപ്പോൾ നമ്മുടെ ഫിഗർ ഇങ്ങനെ ആയിരുന്നു അല്ലേ? ഫിഗർ ഞാൻ ഈ പേജിലേക്ക് വരയ്ക്കാം. ഇങ്ങനെ ആയിരുന്നു ഫിഗർ. ഏതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? 1, 0. ഏതാണോ എൻഡിംഗ് പോയിന്റ്? ദാറ്റ് ഈസ് 0, 1. ഓറിയന്റേഷൻ ചെയ്താ അല്ലേ? therefore പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ വരും? ദാറ്റ് ഈസ് x മൈനസ് x1 പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ x2 minus x1. x2 എന്താണ്? 0. 0 minus 1. That is this equal to next y minus y1. y minus എന്താണ്? y1. y1 equal to 1. Sorry, 0. y1 equal to കാരണം ഇതാണ് y1. y1 minus 0 divided by 1 minus 0. That's equal to ഇനി ഏത് പാരാമീറ്ററിലേക്കാണ് മാറ്റുന്നത്? അതിനോട് ഇക്വേറ്റ് ചെയ്യാം. Okay, that is this equal to x divided by minus 1. x minus 1 divided by minus 1, that's equal to t. അതുപോലെ തന്നെ y divided by 1 equal to t. അപ്പോൾ y യുടെ ഇക്വേഷൻ കിട്ടി, x ന്റെ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടി. എന്താണ്? ദാറ്റ് ഈസ് x ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഫസ്റ്റ് മൈനസ് ടീനെ ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ x മൈനസ് 1 ഈക്വൽ ടു മൈനസ് ടി കിട്ടും. എന്നിട്ട് മൈനസ് 1 ഇങ്ങോട്ട് എടുക്കണം. ദാറ്റ് ഈസ് 1 മൈനസ് ടി എന്ന് കിട്ടും.
ഓക്കെ, ഇനി വൈയുടെ ഇക്വേഷനോ y ഈക്വൽ ടു ടി. y ഈക്വൽ ടു ടി. ഓക്കെ, y ഈക്വൽ ടു ടി. അപ്പോൾ ഇവിടെ y ആണ് ടി അല്ലേ? അപ്പോൾ വൈയുടെ കോർഡിനേറ്റ് നോക്കിയാൽ മതി. y എവിടെ മുതൽ എവിടെ വരെ പോണത്? കാരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് y ആണ് ഈക്വൽ ടു ടി എന്ന് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ടി കിട്ടുകയാണെങ്കിൽ അതിന്റെ ലിമിറ്റ് എഴുതിയാൽ മതി. ടിയുടെ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ടിയുടെ ലിമിറ്റ് എന്താണ്? y എവിടെ മുതൽ എവിടെ വരെ പോകണം നോക്കിയാൽ മതി. y ഇവിടെ എന്തായിരുന്നു? y ഈക്വൽ ടു 0 ആയിരുന്നു. ഇവിടെ എന്തായിരുന്നു? 1. അപ്പോൾ y ഈക്വൽ ടു ടി ആയതുകൊണ്ട് yയുടെ ലിമിറ്റ് എഴുതിയാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് 0 to 1. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ വളരെ സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം y ആക്സ് ആണ്. y ആക്സ് ആയതുകൊണ്ട് അവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് C3യുടെ ഇക്വേഷൻ x ഈക്വൽ ടു, നമുക്കറിയാം ഇവിടെ y 0 ആണ് എപ്പോഴും. സോറി, y വാരി ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് അല്ലെ? y വാരി ചെയ്യുന്നുണ്ട്, x എപ്പോഴും 0 ആണ്. അപ്പൊ x ഈക്വൽ ടു 0 എന്ന് എഴുതാം, y ഈക്വൽ ടു t എന്ന് എഴുതാം. ഓക്കെ, ഇനി yയുടെ ലിമിറ്റ് എന്താണ്? y എവിടെ മുതൽ എവിടെ വരെ പോണത്? y ഈക്വൽ ടു 1 to 0. yയുടെ ലിമിറ്റ് tയുടെ ലിമിറ്റ് 1 to 0. tയുടെ ലിമിറ്റ് 1 to 0. കാരണം ഇവിടെ yയുടെ ലിമിറ്റ് 1 ആണ്, ഇവിടെ yയുടെ ലിമിറ്റ് 0 ആണ്. ദാറ്റ് ഈസ് y ആണ് ഇവിടെ വാരി ചെയ്യുന്നത്, x എപ്പോഴും 0 ആണ്. കാരണം y ആക്സ് ആയതുകൊണ്ട് x ഈക്വൽ ടു 0 ആണ്. y നമുക്ക് എന്ത് ചെയ്തു? വാരി ചെയ്യുന്നത് കൊണ്ട് അതിന് t എന്ന് കൊടുക്കാം. ഇനി എവിടെ മുതൽ വാരി ചെയ്യുന്നത്? 1 to 0 ആണ് വാരി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിന്റെയും ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഓരോ ടേമിന്റെയും ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. First, along C1, integral over C1, that is integral over C1. Next, നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? 3x square minus 8y square. Next, dx plus 4y minus 6xy into dy. അല്ലേ? ഇവിടെ x നമുക്കറിയാം x ഈക്വൽ ടു t ആണ്, y ഈക്വൽ ടു 0 ആണ്. ടിയുടെ ലിമിറ്റ് എന്താണ്? 0 to 1 ആണ് along C1. ഓക്കെ, എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തോന്നുന്നു ദാറ്റ് ഈസ് y 0 ആയതുകൊണ്ട് ഈ ഒരു ടേം 0 ആയി പോകും. നെക്സ്റ്റ് dy, ഇവിടുന്ന് dy കണ്ടുപിടിക്കുമ്പോൾ y ഈക്വൽ ടു 0 ആണെങ്കിൽ dy എന്താണ്? അതും 0 ആണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ടേം, കാരണം വിത്ത് റെസ്പെക്ട് ടു ചെയ്യുമ്പോൾ dy ഈക്വൽ ടു 0 ആണ്, കംപ്ലീറ്റ് ഇതെല്ലാം 0 ആയി പോകും. ഈ ഒരു ടേമിൽ ഇതും 0 ആയി പോകും. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C1 എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 3x square dx മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേരിയബിളിലേക്ക് മാറ്റാം. എന്താണ് x? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1, ടിയുടെ ലിമിറ്റ് 0 to 1, 3 into t square dx പറയുമ്പോൾ dx divided by dt ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. നെക്സ്റ്റ് dx ഈക്വൽ ടു dt എന്ന് കിട്ടും. That's equal to dx equal to dt. That is dt. That equal to 3 പുറത്തേക്ക് എടുക്കാം, ബാക്കി t cube by 3. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം 3 ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 27 എന്ന് വരും അല്ലേ? 3 ക്യൂബ് ദാറ്റ് ഈസ് 27. ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഒന്നാമത്തെ അലോങ് C1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ. സോറി, ഇവിടെ ഇന്റഗ്രൽ 0 to 3 അല്ല അല്ലേ? 0 to 1 ആണ് ലിമിറ്റ്. 0 to 1 ആണ്. ദാറ്റ് ഈസ് നമ്മുടെ ആൻസർ എന്തായി? 1 എന്ന് വരും ആൻസർ. സോറി, ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, നമ്മൾ അതിനെ 1 എന്ന നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, കാരണം ഇത് മൂന്നും നമുക്ക് ആഡ് ചെയ്യണം, ലാസ്റ്റ് ആഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഇന്റഗ്രൽ ഓവർ C2. Integral over C2 3x square minus 8y square into dx plus 4y minus 6xy into dy. Okay,
ദാറ്റ് ഈസ് ഇവിടെ എന്താണ് C2 ഈക്വൽ ടു നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? C2 ഈക്വൽ ടു x ഈക്വൽ ടു 1 മൈനസ് ടി y ഈക്വൽ ടു ടി. ടിയുടെ ലിമിറ്റ് എഴുതിയിട്ടുണ്ട് 0 to 1. ഓക്കെ, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് 0 to 1 3 into x square that is 1 minus t whole square minus 8 into t square. Next dx with respect to x ചെയ്യുമ്പോൾ dx divided by dt ചെയ്യുമ്പോൾ -1 വരും. എന്നിട്ട് dt നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്താവും? മൈനസ് dt എന്ന് വരും അല്ലേ? അപ്പോൾ dx ഈക്വൽ ടു മൈനസ് dt വരും. ദാറ്റ് ഈസ് മൈനസ് dt. നെക്സ്റ്റ് പ്ലസ് 4 into y. That is 4 into y എന്താണ്? y equal to t minus 6 into x into that is 1 minus t into next y പറഞ്ഞു കഴിഞ്ഞാൽ t. Okay, that is this into next dy പറഞ്ഞു കഴിഞ്ഞാൽ dy divided by dt 1 വരും. That is dy equal to dt വരും. ഞാൻ കംപ്ലീറ്റ് എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. That is dy equal to dt എന്ന് കിട്ടും. Okay, that equal to integral 0 to 1 കംപ്ലീറ്റ് ഒന്ന് മൾട്ടിപ്പിൾ ചെയ്യാം. That is 3 into first a minus b whole square, that is 1 minus 2t plus t square minus 8t square minus dt plus next 4t minus 6 plus 6t അല്ലേ? ഇവിടെ minus 6 into t ഉണ്ട്, അത് minus 6t. next minus plus that is plus 6t square next dt. Okay, that is this equal to integral 0 to 1. Next ഇവിടെ into ചെയ്യുമ്പോൾ വരും 3 minus 6t plus 3t square minus 8t square next minus dt plus ഇവിടെ 40 minus 60 അല്ലേ? that is minus 2t plus 6t square into dt. Okay, വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് ടി സ്ക്വയർ ഇവിടെ 3t സ്ക്വയർ ഉണ്ട്, 5t സ്ക്വയർ 8t സ്ക്വയർ ഉണ്ട്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 3 minus 6t നെക്സ്റ്റ് ഇവിടെ minus 5t സ്ക്വയർ into minus dt plus minus 2t plus 6t square into dt. Okay, that is next this equal to ഈ dt നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്സൈഡ് എടുക്കാം അല്ലേ? That is ഒരു മൈനസ് dt അല്ലെങ്കിൽ dt നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, dt ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വരും അല്ലേ? ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 dt minus 3 minus 6t minus 5t square. ഈ മൈനസ് ഈ ഒരു മൈനസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ വരും പ്ലസ് വീണ്ടും മൈനസ് 2t plus 6t square അല്ലേ? dt ഞാൻ പുറത്തേക്ക് എടുത്തു dt. നമുക്ക് ഈ ബ്രാക്കറ്റിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 മൈനസ് 3 പ്ലസ് മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്തു -3 പ്ലസ് 6t പ്ലസ് 5t സ്ക്വയർ ദാറ്റ് ഈസ് മൈനസ് പ്ലസ് ആണ്. നെക്സ്റ്റ് മൈനസ് പ്ലസ് മൈനസ് 2t നെക്സ്റ്റ് പ്ലസ് 6t സ്ക്വയർ dt. വീണ്ടും ഇതില് കുറെ ടേം നമുക്ക് ഒന്നിച്ച് എഴുതാം, കാരണം ടി സ്ക്വയറിന്റെ ടേം ഉണ്ട്, ടിയുടെ ടേം ഉണ്ട്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 -3 6t അതുപോലെ തന്നെ -2t ദാറ്റ് ഈസ് പ്ലസ് 4t നെക്സ്റ്റ് 5t സ്ക്വയർ 6t സ്ക്വയർ ദാറ്റ് ഈസ് പ്ലസ് 11t സ്ക്വയർ. സിമ്പിൾ ഇന്റഗ്രൽ ആയി ഇൻറ്റു dt അല്ലേ? നെക്സ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈക്വൽ ടു -3t പ്ലസ് 4t സ്ക്വയർ ബൈ 2 plus 11t cube by 3 upper limit lower limit substitute ചെയ്യാം 0 to 1. that is this equal to ഇനി upper limit കൊടുക്കാം. lower limit കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 വരും, കാരണം മൂന്ന് ടേമിലും 0 ഉണ്ടായതുകൊണ്ട് lower limit 0 ആണ് അല്ലേ? അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. upper limit എന്ത് വരും? that is t ക്ക് 1 കൊടുക്കുമ്പോൾ -3 പ്ലസ് ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2t സ്ക്വയർ ആണ് വരിക. നെക്സ്റ്റ് t സ്ക്വയറിന് 1 കൊടുക്കുമ്പോൾ that is t ക്ക് 1 കൊടുക്കുമ്പോൾ 2 എന്ന് വരും പ്ലസ് 11 ഡിവൈഡഡ് ബൈ 3 വരും അല്ലേ? മൈനസ് ലോവർ ലിമിറ്റ് കംപ്ലീറ്റ് 0 ആണ്. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ്. ദാറ്റ് ഈസ് -3 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 3 അല്ലേ? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ദാറ്റ് ഈസ് -3 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8/3.
ഓക്കെ, അപ്പൊ എലോങ് C2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, എലോങ് C1 കാൽക്കുലേറ്റ് ചെയ്തു, എലോങ് C2 കാൽക്കുലേറ്റ് ചെയ്തു. ഇത് നമ്പർ 2 എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് എലോങ് C3, ഇന്റഗ്രൽ ഓവർ C3. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്? ക്വസ്റ്റ്യൻ 3x square minus 8y square dx plus 4y minus 6xy dy. പക്ഷേ C3 നമ്മൾ എഴുതിയിട്ടുണ്ട്. C3 ഈക്വൽ ടു, നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഞാൻ ഒന്നുകൂടി മുകൾക്ക് കാണിച്ചു തരാം. C3 എന്തായിരുന്നു? C3 ഈക്വൽ ടു x ഈക്വൽ ടു 0, y ഈക്വൽ ടു t. t വാരി ചെയ്യുന്നത് 0 to 1 അല്ല, t to 1 ആണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ 0 0 എന്നാണ്. അപ്പൊ y ആണ് വാരി ചെയ്യുന്നത്, x എപ്പോഴും 0 ആണ്, കാരണം y ആക്സിൽ x എപ്പോഴും 0 ആണ്. t ആണ് വാരി ചെയ്യുന്നത്. t വാരി ചെയ്യുന്നത് എവിടെ നിന്നാണ്? 1 ൽ നിന്ന് 0 വരെ. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടിയുടെ ലിമിറ്റ് വളരെ സിമ്പിൾ ആയിട്ട്, കാണാതെ പഠിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് ആ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഈസ് C3 പറഞ്ഞു കഴിഞ്ഞാൽ x ഈക്വൽ ടു 0, y ഈക്വൽ ടു t. നെക്സ്റ്റ് t, എന്താണ് t വന്നേ? വാരി ചെയ്യുന്നതിനെ നമ്മൾ t എന്ന് വിളിച്ചേയുള്ളൂ. t വാരി ചെയ്യുന്നത് 1 to 0. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore നമുക്ക് ഇവിടെ dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, dy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇതിനെ dx divided by dt എന്താണ്? അതും 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് dx എന്താണ്? dx ഈക്വൽ ടു 0 വരും. അതുകൊണ്ട് ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. പിന്നെ ഈ ഒരു ടേം 0 ആയി പോകും, കാരണം x നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതും 0 ആയി പോകും. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? Therefore this ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C3 4y dy. സിമ്പിൾ ഇന്റഗ്രൽ ഫോം ആയി. That is C3 യുടെ ലിമിറ്റ് എന്താണ്? 1 to 0, 4 into y എന്താണ്? t into dy എന്താണ്? dy by dt ചെയ്താൽ മതി അല്ലേ? dy by dt എന്താണ്? ഇതിനെ വിത്ത് റെസ്പെക്ട് t ചെയ്യുമ്പോൾ 1 വരും. നെക്സ്റ്റ് dy ഈക്വൽ ടു dt എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 4നെ ഔട്ട് സൈഡ് എടുക്കാം, ഇന്റഗ്രൽ 1 to 0, നെക്സ്റ്റ് t into dt. That is this equal to എന്താണ്? t യുടെ ഇന്റഗ്രൽ t square divided by 2 അല്ലേ? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 1 to 0, that is 4. നെക്സ്റ്റ് അപ്പർ 1/2 ആണെങ്കിൽ പുറത്തേക്ക് എടുക്കാം, that equal to 4 divided by 2. നെക്സ്റ്റ് t square ഉണ്ട്, അതിന് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം അല്ലേ? that is 2 ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാം, that equal to. ഓക്കെ, തെറ്റുണ്ട്, നിങ്ങൾ തെറ്റിക്കരുത്. ഇവിടെ 1 to 0 ആണ്, 0 to 1 അല്ല, 1 to 0 ആണ്. ലിമിറ്റ് 1 to 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും എഴുതുമ്പോൾ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. ദാറ്റ് ഈസ് 2 ക്യാൻസൽ ചെയ്യാൻ ഇവിടെ 2 വരും. നെക്സ്റ്റ് 0 മൈനസ് 1 വരും, ദാറ്റ് ഈസ് -2. ഓക്കെ, ഏതൊക്കെ ആൻസറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ദാറ്റ് ഈസ് എലോങ് C1 ചെയ്തപ്പോൾ, എലോങ് C1 നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെ ആയിരുന്നു അല്ലേ? ഇവിടെ മുതൽ ഇവിടെ വരെ വർക്ക്, ദാറ്റ് ഈസ് എലോങ് C1. ഇവിടെ മുതൽ ഇവിടെ വരെ നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, 5/3 എന്നായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ? 5/3. ഇക്വേഷൻ നമ്പർ 1 5 divided by 3. ഇക്വേഷൻ നമ്പർ 1. സോറി 5/3 അല്ല, 1. ഇതായിരുന്നു നമുക്ക് ഒന്നാമത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായിരുന്നു? രണ്ടാമത്തെ 8/3 കിട്ടി അല്ലേ? മൂന്നാമത്തെ എന്ത് കിട്ടി? ദാറ്റ് ഈസ് -2 കിട്ടി. ദാറ്റ് ഈസ് എലോങ് C1 ദിസ് ഈക്വൽ ടു എലോങ് C1 നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. എലോങ് C2 ദാറ്റ് ഈസ് 8/3 കിട്ടി. എലോങ് C3 എന്താ കിട്ടി? -2 കിട്ടി. Therefore ഇന്റഗ്രൽ ഓവർ C ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3x square minus 8y square into dx plus next 4y minus 6xy into dy. This equal to C1 plus C2 plus C3 along C1 plus C2 plus C3. That's equal to 1 plus 8/3 minus 2. That's equal to either 1 minus 2 8/3 minus 1 വരും അല്ലേ? That's equal to cross multiply ചെയ്ത് എന്ത് വരും? 8 minus 3 divided by 3. That's equal to 5 divided by 3. അപ്പോൾ
സാധാരണ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിച്ചു. വർക്ക് ഡൺ എന്തായിരുന്നു? 8/3 ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് സോറി, വർക്ക് ഡൺ അല്ല, ഇവിടെ വാരിഫൈ ചെയ്യാനായിരുന്നു. അപ്പോൾ ഗ്രീൻസ് തിയറം ഉപയോഗിക്കാതെ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് ഇത്രയും ബുദ്ധിമുട്ടി. നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നമ്മൾ ചെയ്തു, എവിടെയൊക്കെ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് ഗ്രീൻസ് തിയറം ഉപയോഗിക്കണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ റീജൻ ഉണ്ട്. റീജൻ ഇതായിരുന്നു 1 0 0 1, ഇതായിരുന്നു നമ്മുടെ ലൈന്. ഇതാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ എടുക്കണം. നെക്സ്റ്റ് ദെൻ യൂസിങ് ഗ്രീൻസ് തിയറം എന്താണ് റിസൾട്ട്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ dx plus g of xy dy. This equal to double integral over r dou g divided by dou x minus dou f divided by dou y into dA. അല്ലേ? ഇവിടെ എന്താണ് എക്സ്, എന്താണ് വൈ, സോറി എന്താണ് എഫ് ഓഫ് എക്സ്, എന്താണ് ജി ഓഫ് എക്സ് വൈ അല്ല നമുക്കറിയാം. എന്താണ് എഫ് ഓഫ് എക്സ് വൈ? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x square minus 8y². എന്താണ് ജി ഈക്വൽ ടു ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും 4y minus 6xy. അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതാണ് എഫ്, ഇതാണ് ജി. ഓക്കെ, നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. അല്ലെ? ദാറ്റ് ഈസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ, ദാറ്റ്സ് ഈക്വൽ ടു, ഇത് കോൺസ്റ്റന്റ് ആവും. അല്ലെ? അതിന്റെ ഡെറിവേറ്റീവ് 0 വരും. ഇതെന്ത് വരും? മൈനസ് 16y എന്ന് വരും. നെക്സ്റ്റ് ജിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോഴോ ഡോ ജി ഡിവൈഡ് ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് ഇത് കോൺസ്റ്റന്റ് ആ. അല്ലെ? ബാക്കി ഇവിടെ എന്ത് വരും? മൈനസ് 6y എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. therefore this equal, that implies integral over c 3x square minus 8y² into dx plus 4y minus 6xy into dy. This equal to double integral over r minus 6y minus 16y into dA. dA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx dy. That equal to, that is this equal to double integral over r minus 6y minus plus വരും, that is minus 6y plus 10y into dA. എന്നാൽ dA dx dy. Okay, that is this equal to double integral over r 10y into dx dy. 10 നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്സൈഡ് എടുക്കാം, കോമൺ ആണ്. അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 10 into ഡബിൾ ഇന്റഗ്രൽ ഓവർ r y into dx dy. ഇനി എന്താ വേണ്ടേ? എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് നമുക്ക് അറിയാം. നമ്മുടെ റീജിയൻ നമുക്കറിയാം. അല്ലെ? ഇതാണ് റീജിയൻ, ദാറ്റ് ഈസ് ഇതായിരുന്നു നമ്മുടെ റീജിയൻ. ഇവിടെ ഇതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? y plus x equal to 1. ഇവിടെ എക്സിന്റെ ലിമിറ്റ് അറിയണം. എക്സ് നോക്കിയാൽ മനസ്സിലാവും 0, നെക്സ്റ്റ് 1 0. എക്സ് വാരി ചെയ്യുന്നത് 0 മുതൽ 1 വരെ. എക്സിന്റെ ലിമിറ്റ് 0 to 1, ദാറ്റ് ഈസ് എക്സിന്റെ ലിമിറ്റ് 0 to 1 വരെ. ഇനി വൈയുടെ ലിമിറ്റോ? എക്സ് എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ നോക്കുക. വൈ താഴെന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൈ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. വൈ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണത് ഈ ലൈനിലാണ്. വൈ എൻഡ് ചെയ്യണതോ എപ്പോഴും മുകളിലത്തെ ഈ ലൈനിൽ. എന്താണ് ഈ താഴത്തെ ലൈനിന്റെ ഇക്വേഷന്? y ഈക്വൽ ടു 0. എന്താ മുകളിലത്തെ ഇക്വേഷൻ? ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അല്ലെ? ഈ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദാറ്റ് ഈസ് y ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് എഴുതാം. അല്ലെ? അപ്പൊ y ഈക്വൽ ടു 0 മുതൽ ഏത് വരെ? y ഈക്വൽ ടു 1 മൈനസ് എക്സ് വരെ. ദാറ്റ് ഈക്വൽ ടു 10 into ഡബിൾ ഇന്റഗ്രൽ y dx dy. ആദ്യം എക്സിന്റെ ലിമിറ്റ് എഴുതാം. അല്ലെ? 0 to 1. രണ്ടാമത്തെ വൈയുടെ ലിമിറ്റ് എഴുതാം. വൈയുടെ ലിമിറ്റ് എന്താണ്? 0 മുതൽ 1 മൈനസ് എക്സ് വരെ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്യണം. കാരണം കോൺസ്റ്റന്റ് ലിമിറ്റ് അകത്ത് ഒരിക്കലും വരരുത്. പുറത്ത് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റും കോൺസ്റ്റന്റ് ലിമിറ്റ് അകത്തും വരുന്ന കേസ് ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ പുറത്തുള്ളത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, കംപ്ലീറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി പുറത്തുള്ളത് ഒരു ഫംഗ്ഷൻ ലിമിറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഇന്റർചേഞ്ച് ചെയ്യണം. ഓക്കെ,
ദാറ്റ് ഈസ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ട് ഇതും ഇന്റർചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം എക്സിന്റെ ലിമിറ്റ് ആണ് 0 to 1, വൈയുടെ ലിമിറ്റ് ആണ് 0 to 1 minus x. ഇത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലിമിറ്റ് കറസ്പോണ്ട് ഇവിടെയും dx-നെയും കറസ്പോണ്ട് ഇന്റർചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും അല്ലെ. നമ്മൾ എക്സിന്റെയും വൈയുടെയും നോക്കി റീജിയൻ നോക്കിയിട്ടാണ് അതിന്റെ ലിമിറ്റ് എടുത്തത്. അപ്പൊ ഇവിടെ ഇത്രയും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഇവിടെ മാറ്റാതിരുന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ 10 into ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 minus x y. ഇതെന്തിന്റെ ലിമിറ്റ് ആയിരുന്നു? 0 to 1 minus x എന്തിന്റെ ലിമിറ്റ് ആയിരുന്നു? വൈയുടെ ലിമിറ്റ് ആയിരുന്നു അല്ലെ. വൈയുടെ ലിമിറ്റ് ആണ് 0 to 1 minus x. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? dy എഴുതണം, പിന്നീട് dx എന്ന് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഈക്വൽ ടു 10 into തൊട്ടുമുമ്പ് നമുക്ക് എന്തായിരുന്നു ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്? നമ്മൾ സാധാരണ മറ്റേ ഗ്രീൻ സീറോ ഉപയോഗിക്കാതെ ചെയ്തപ്പോൾ 5/3 ആയിരുന്നു ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറെ ടൈം എടുത്ത് ചെയ്തപ്പോൾ ഇതായിരുന്നു ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ സീറോ ഉപയോഗിക്കുമ്പോഴും ഇതേ ആൻസർ കിട്ടണം, അല്ലെങ്കിൽ ഗ്രീൻ സീറം തെറ്റാണ്. ഓക്കെ, ആൻസർ എന്തായിരിക്കണം? 5/3 ആയിരിക്കണം. ഓക്കെ, ചെക്ക് ചെയ്യാം നമുക്ക്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1. നെക്സ്റ്റ് ഇതിന്റെ ഇന്റഗ്രൽ എന്ത് വരും? y സ്ക്വയർ ഡിവൈഡ് ബൈ 2 വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും 0 to 1 minus x. നെക്സ്റ്റ് dx 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം, തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കോൺസ്റ്റന്റ് ടേം വരികയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് കോമൺ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് ഫസ്റ്റ് എഴുതണം. ദാറ്റ് ഈസ് 10 divided by 2 ഇന്റഗ്രൽ 0 to 1 y സ്ക്വയർ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും 0 to 1 minus x dx. ഓക്കെ, ദാറ്റ് ഈസ് 5 into ഇന്റഗ്രൽ 0 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു? 1 minus x സ്ക്വയർ dx വന്നു അല്ലെ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം y-ക്ക് 0 കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ലോവർ ലിമിറ്റ് 0 വരും. നെക്സ്റ്റ് ദിസ് ഈക്വൽ ടു 5 into ഇന്റഗ്രൽ 0 to 1. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 1 minus 2x plus x സ്ക്വയർ into dx. സിമ്പിൾ ഫോമിലേക്ക് മാറി. ഇനി ഓരോന്നിനെയും ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 5 into x minus 2x square by 2 plus x cube by 3. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും ഇവിടെയും നോക്കി, ഇവിടെയും ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 വരും, കംപ്ലീറ്റ് 0 വരും. ഓക്കെ, അപ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 2 to നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1 minus 1 plus 1/2 into അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1 minus 1 plus 1/3 വരും അല്ലെ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 5 into 0 plus 1/3. ദാറ്റ്സ് ഈക്വൽ ടു 5 divided by 3 അല്ലെ. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതും ഇപ്പൊ കിട്ടിയതും സെയിം ആൻസറാണ്. അപ്പോൾ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് നമുക്ക് 5/3 കിട്ടി, ഗ്രീൻ സീറോ ഉപയോഗിച്ചും 5/3 കിട്ടി. ഇതാണ് യൂസിങ് ഗ്രീൻ സീറം പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഗ്രീൻ സീറം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഗ്രീൻ തിയറം അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള മാക്സിമം പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് സർഫസ് ഇന്റഗ്രൽ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.